ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ നമുക്ക് ഒന്നിച്ച് ഈ സൂമിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. താല്പര്യത്തോടെ സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞാനത് പ്രസന്റേഷൻ കാണിക്കുവാനായിട്ട് ബന്ധപ്പെട്ടില്ല. എന്നാൽ പ്രസന്റേഷൻ കാണിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളതായ അഭിപ്രായം വന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വിത്ത് പ്രസന്റേഷൻ കാണിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. നാം അന്ത്യകാല പ്രവചനങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതായ കാര്യങ്ങൾ ഉൾപ്പെടെ ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ടതായ വിഷയങ്ങളാണ് നാം 19 കൂട്ടം കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിൽ ഒടുവിലത്തെ വിഷയത്തിലേക്ക് നാം കഴിഞ്ഞ ആഴ്ചയിൽ വരുവാനായിട്ടിടയായി. ഒന്നോ അല്ലെങ്കിൽ മാക്സിമം 1-2 ക്ലാസ് കൂടി ഈ വിഷയത്തിന്റെ മുമ്പിൽ നമുക്ക് ചെലവഴിപ്പാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ വിഷയത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് താല്പര്യം. ദൈവത്തിന് സ്തോത്രം. അത് ഏത് വിഷയമാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. നിങ്ങളുടെയൊക്കെ താല്പര്യം അറിയിക്കുമല്ലോ. ആൾറെഡി 2-3 അഭിപ്രായങ്ങൾ വരുവാനായിട്ടിടയായി. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് ഉചിതമായ ഒരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവവചനത്തെ കുറിച്ചുള്ളതായ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നത് പോലെയല്ല. ദൈവവചനത്തിന്റെ ആധികാരികത, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ആരംഭം മുതൽ നമുക്കത് മനസ്സിലാകേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ദൈവിക പദ്ധതി, നിത്യത മുതൽ നിത്യത വരെയുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 19ാമത്തെ വിഷയമായി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളതായ വിഷയമാണ്. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്നുള്ളതായ വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. അതിന് അടിസ്ഥാനമായി നാം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. 21-ാം അധ്യായത്തിന്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. 6ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യം, 6ഉം 7. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. Praise the Lord. And he said unto me, it is done. I am Alpha and Omega, the beginning and the end. I will give unto him that is a thirst of the fountain of the water of life freely. He that overcometh shall inherit all things, and I will be his God, and he shall be my son. യോഹന്നാൻ അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് യോഹന്നാനോട് അരുളി ചെയ്യുന്നതായ കാര്യമാണ് സംഭവിച്ചു തീർന്നു. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചു തീർന്നു. അപ്പോൾ സംഭവത്തിന് ഒരാരംഭം ഉണ്ടായിരുന്നു. ആ ആരംഭമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോ ഇവിടെ സംഭവിച്ചു തീരേണ്ടതായ ഒരു കൂട്ടം സംഭവങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതാ. ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഉള്ളതായ വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അത് ഇങ്ങനെ സംഭവിച്ച് വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം എത്തിയപ്പോ കർത്താവ് പറയുകയാണ്, സംഭവിച്ചു തീർന്നു. ആദിയിൽ എന്ന് നാം കാണുന്നതായ ആ പദത്തിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ തെറ്റായി ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിന്റെ ആദിയാണ്? മനുഷ്യന്റെ ആദിയാണോ? അല്ലോ ദൈവത്തിന്റെ ആദിയാണോ? അതോ ഭൂമിയുടെ ആദിയാണോ? പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് ദ ബിഗിനിങ്? എന്താണ് ആ ആദ്യം? ആ ബിഗിനിങ് എന്നുള്ളതായ പദത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഈ പറഞ്ഞതൊന്നുമല്ല ആ ബിഗിനിങ് എന്ന് പറയുന്നത്. ദൈവം നിത്യതയിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് തന്റെ സൃഷ്ടിയായ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ തന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് രൂപപ്പെട്ടതായ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതായ ആ വലിയ പദ്ധതിയുടെ ആരംഭം കുറിക്കുവാൻ ദൈവം നിശ്ചയിച്ചു. അപ്പോ അത് ആരംഭം കുറിച്ച് എങ്ങനെങ്കിലും അങ്ങ് പോകട്ടെ എന്നുള്ളതല്ല. ആരംഭം കുറിച്ചവൻ അവസാനം എന്തായിരിക്കണമെന്നും അത് എപ്പോഴായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നുമുള്ളതായ ആ പദ്ധതി മുഴുവൻ തന്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക നിമിഷം ആ പദ്ധതിക്ക് ആരംഭം കുറിച്ചു. അതാണ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ആ സംഭവങ്ങളുടെ എല്ലാം അവസാനമെത്തി. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിത്യതയിൽ കുറിച്ചു വെച്ചിരുന്നതായ സംഭവങ്ങളെല്ലാം പ്രപഞ്ചവുമായി എൻ്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സംഭവിച്ചു തീർന്നിരിക്കുകയാണ്. ഇനി അതിന്റെ ഒടുവിലത്തെ കലാശക്കൊട്ടിലേക്ക് വരുവാനായിട്ട് പോകുകയാണ്. അതിന്റെ സമാപന ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇനി കടന്നു പോകുന്നത് എന്ന് യോഹന്നാനോട് കർത്താവ് പറയുകയാണ്. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. പ്രവാചകനായ യെശയ്യാ ഇപ്രകാരം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ളതായ ദാഹവുമല്ല, എന്റെ വചനത്തിനായിട്ടുള്ളതായ ദാഹം, എന്റെ വചനത്തിനായിട്ടുള്ളതായ വിശപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ ആദ്യമായി പ്രസ്താവിച്ചതായ കാര്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിന് അതിൻ്റെതായ റിക്വയർമെന്റ് ഉണ്ട്. ശരീരത്തിന് എന്താ വേണം? നിലനിൽക്കണമെങ്കിൽ ശരീരത്തിന് ആഹാരം വേണം. ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ വായു വേണം. ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. അതിനെ കാലാവസ്ഥയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് അതിനെ സംരക്ഷിക്കേണ്ടതിന് വസ്ത്രം വേണം. അപ്പൊ ശരീരത്തെ ആരോഗ്യപരമായി സൂക്ഷിക്കേണ്ടതിന് അതാതിന്റെ റിക്വയർമെന്റ് ഉള്ളതുപോലെ മനുഷ്യന്റെ മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തിന് വികാസം പ്രാപിപ്പാൻ അവന് വിദ്യ അഭ്യസിക്കണം, അല്ലെങ്കിൽ അവന് അറിവ് ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശരീരത്തിന് റിക്വയർമെന്റ് ഉണ്ട്, മനസ്സിന് റിക്വയർമെന്റ് ഉണ്ട്. മനസ്സിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അല്ലെങ്കിൽ അറിവാണ്. അറിവ് ലഭിക്കുന്നതിനനുസരിച്ച് ഒരു മനുഷ്യന്റെ മനസ്സ് വളർന്നുകൊണ്ടിരിക്കും. ആ അറിവ് ലഭിക്കുന്നതിനനുസരിച്ച് അവൻ പക്വത വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അറിവില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിപ്പാൻ കഴിയുകയില്ല. അപ്പോ അത് മനസ്സിന്റെ റിക്വയർമെന്റാണ്. എന്നാൽ അതിനേക്കാളുപരിയായി എന്നേക്കും നിലനിൽക്കുന്നതായ ആത്മാവിന് റിക്വയർമെന്റ് ഉണ്ട്.
ഈ ആത്മാവിന് റിക്വയർമെന്റ് ഉണ്ട് എന്ന് അറിയുന്നതാണ് പ്രൈസ് ദി ലോർഡ് ഒന്നാമത്തെ കാര്യം. എന്റെ ആത്മാവിന് നിലനിൽക്കുവാൻ, എന്റെ ആത്മാവിന്റെ ആരോഗ്യത്തിന്, എന്റെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരുവാൻ പ്രൈസ് ദി ലോർഡ് ഇന്ന ഇന്ന കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആ റിക്വയർമെന്റ് എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയില്ല എന്ന് ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാവിലെ ദാരിദ്ര്യം നാം അറിയുവാനായിട്ടിടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലായ്മയിൽ കൂടി കടന്നു പോകുന്നതായ, ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കടന്നു പോകുന്നതായ, ജീവിക്കുന്നതായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആവശ്യത്തിന് ആ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉള്ളിടത്തു ചെന്ന് അവനത് നേടിയെടുക്കും. ആഹാരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഉള്ളിടത്തു ചെന്ന് ലഭിക്കുന്ന ഇടത്തു നിന്ന് അവനത് നേടിയെടുക്കും. കാരണം അവനറിയാം എനിക്കത് ആവശ്യമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആത്മാവിന്റെ ആരോഗ്യത്തിന്, ആത്മാവിന്റെ നിലനിൽപ്പിന്, ആത്മാവിന് ജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്നത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത് ഉള്ളിടത്തേക്ക് ഇല്ല എന്ന് ഗ്രഹിക്കുമ്പോഴാണ് ഉള്ളിടത്തേക്ക് ചെല്ലുവാനായി അവൻ നിർബന്ധിതനാക്കപ്പെടുന്നത്. എനിക്കെല്ലാം ഉണ്ടെങ്കിൽ, എന്റെ മുമ്പിൽ ആഹാരമുണ്ടെങ്കിൽ, എനിക്ക് ഉടുക്കുവാൻ വസ്ത്രമുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതിന് അന്വേഷിച്ച് ഞാൻ പോകേണ്ട കാര്യമില്ല. എനിക്കെല്ലാം സഫീഷ്യന്റ് ആണ്, എനിക്ക് ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല. പക്ഷേ ആത്മാവിന്റെ ദാരിദ്ര്യം മനസ്സിലാക്കുന്നതായ ഒരു വ്യക്തിക്ക് അത് ഉള്ളിടത്തേക്ക് പോകാതിരിക്കുവാൻ കഴിയത്തില്ല. എവിടെയാണുള്ളത്? ആത്മാവിന് തരുവാൻ കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആദിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഭക്ഷിച്ച് അവർ നശിച്ചു പോയതായ മന്നയല്ല, പിന്നെയോ ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്ന നിത്യജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ് കർത്താവ് പ്രൈസ് ദി ലോർഡ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിന്റെ ദാരിദ്ര്യം അത് മനസ്സിലാക്കുമ്പോ, ആത്മാവിന്റെ ദാഹം മനസ്സിലാക്കുമ്പോ, ആ മനസ്സിലാക്കുന്നവനും മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. ദാഹിക്കുന്നവന് മാത്രമേ ജീവനീരുറവ് അതിൽ നിന്ന് കുടിക്കുവാനായിട്ട് ലഭിക്കുകയുള്ളൂ. നാം ദാഹത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എനിക്കെല്ലാം അറിയാം, എനിക്കിനി ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല എന്ന് ഒരുവൻ വിചാരിച്ചാൽ അവന് ഒന്നും കൊടുക്കുവാൻ കർത്താവിന് കഴിയുകയില്ല. കർത്താവിങ്കിൽ നിന്ന് ഒന്നും പ്രാപിപ്പാനും കഴിയുകയില്ല. അതുകൊണ്ട് ആത്മാവിലെ ദാരിദ്ര്യം മനസ്സിലാക്കി, ആത്മാവിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കി നമുക്ക് ഉള്ള കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാൻ നമുക്ക് വ്യഗ്രതപ്പെടാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സൗജന്യമായി കർത്താവ് നൽകും. ആ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏതാണ്? ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവന് മാത്രമേ ആ ഒരു പദവി ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടിതാവായ കർത്താവ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ സർവശക്തൻ, സർവത്തിന്റെയും ഉടയവനായ വലിയവനായ ദൈവം എന്റെ ദൈവം എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ ജയിക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവന്റെ പ്രത്യേകതകൾ എന്തിനൊക്കെയാണ് ജയിക്കേണ്ടതെന്ന് വെളിപ്പാട് പുസ്തകം ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-3 അധ്യായങ്ങളിൽ ജയിക്കുന്നവനെന്ന് തുടങ്ങി ഹല്ലേലൂയ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോ അവിടെ എന്തിനൊക്കെ ജയിക്കണമെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആ വിഷയങ്ങളിലൊക്കെ ജയം പ്രാപിക്കുന്നവർക്കാണ് ഈ ഭാഗ്യപദവി കിട്ടുന്നത്. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. 8-ാമത്തെ വാക്യം. പക്ഷേ
വരുവാനിരിക്കുന്നതായ രാജ്യത്തിൽ ചിലർക്ക് പ്രവേശനമില്ല. എന്നാൽ ആർക്കൊക്കെയാണ് ഒന്ന് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണത്തെ കുറിച്ച് രണ്ടാമത്തെ സൂചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ സൂചന നമ്മത് മനസ്സിലാക്കി കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് കർത്താവിനോടുകൂടെ പാർക്കുവാൻ, കർത്താവ് ഒരുക്കുന്നതായ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയാതിരിക്കുന്നത്? ഒന്ന്, ഭീരുക്കൾ. ഞാനത് വിവരിക്കുന്നില്ല. പ്രൈസിലെ കാട്ടാനയെ കണ്ട്, അല്ലെങ്കിൽ പുലിയെ കണ്ട്, അല്ലെങ്കിൽ പാറ്റയെ കണ്ട് പേടിക്കുന്നവരെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഭീരുക്കൾ എന്ന് പറയുമ്പോ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഭീരുവായി പോകുന്ന, കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഭീരുവായി പോകുന്ന, കർത്താവിന് വേണ്ടി നേരെ നിൽക്കുവാൻ ഭീരുത്വം കാണിക്കുന്ന അവസ്ഥയാണ് ആ ഫിയർഫുൾ എന്നുള്ളതായ, അല്ലെങ്കിൽ ഭീരുത്വം എന്നുള്ളതായ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കേണ്ടവരാണ്. 2, അവിശ്വാസികൾ. 3, അറയ്ക്കപ്പെട്ടവർ. എന്താ അറയ്ക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അർത്ഥം? ദൈവത്തിന് അറപ്പുള്ളത് ചെയ്യുന്നവരാണ് അറയ്ക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അറപ്പുള്ളത് എന്താണ് എന്നുള്ളത് വ്യക്തമായി നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അനേക കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധാനത്തിൽ അബോമിനേഷനായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മിൽ നാം അറിയാതെ രൂപപ്പെടുന്നതായ പല സ്വഭാവങ്ങളും ദൈവസന്നിധാനത്തിൽ അറപ്പുളവാക്കുന്നവയാണ്. നാം അറിയാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും ദൈവത്തിന്റെ മുമ്പാകെ അത് അബോമിനബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. അത് അബോമിനേഷൻ ഉണ്ടാക്കുന്നവയാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിന് അറപ്പുള്ളത് നമ്മുടെ പ്രവൃത്തിയിൽ വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തിൽ വരുവാൻ പാടില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുവാൻ പാടില്ല. ഹല്ലേലൂയ. എത്രത്തോളം സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന് ആ ഒരു പദം ഓർപ്പിക്കുകയാണ്. അറയ്ക്കപ്പെട്ടവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അറപ്പുളവാക്കുന്നത് ഒന്നും നാം ചെയ്യുവാനിടയായിട്ട് തീരരുത്. കൊലപാതകന്മാർ. നാം ആരെയും ജഡപ്രകാരം കൊല്ലുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജഡപ്രകാരം കൊല്ലാൻ നമുക്കൊട്ട് കഴിയുന്നതുമല്ല. കാരണം നമ്മൾ അത്രത്തോളം ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ നാം അറിയാതെ കൊലപാതകന്മാരെന്നുള്ളതായ ലിസ്റ്റിൽ പെട്ടുപോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണവർ? യോഹന്നാന്റെ 1-ാം ലേഖനം വായിക്കുമ്പോ നമുക്കത് കാണുവാനായിട്ട് കഴിയും. സഹോദരനെ സ്നേഹിക്കാത്തവനെല്ലാം കൊലപാതകനാണ്. സഹോദരനെതിരെ ചിന്തിക്കുന്നത് കൊലപാതകമാണ്. സഹോദരന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നാൽ അത് അവന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. അത് കൊലപാതകത്തിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ കൂടെ ഹല്ലേലൂയ ആരാധിക്കുന്ന നമ്മുടെ രക്തബന്ധങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരെ എത്രത്തോളം നാം താങ്ങണം എന്ന് ഇന്ന് രാത്രിയിൽ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരുവനെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ കാണുവാൻ നാം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ കാണുവാൻ നാം മനസ്സ് വെക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഹല്ലേലൂയ ആരോടും എന്തില്ല? ആരോടും ദൈവത്തിന് വെറുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വെറുപ്പുള്ളത് പാപത്തോടാണ് വെറുപ്പുള്ളത്. മനുഷ്യനോടല്ല വെറുപ്പുള്ളത്, പാപത്തോടാണ് വെറുപ്പുള്ളത്.
നാം നേരെ തിരിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തികളോടാണ് കയ്പ്, നമുക്ക് വ്യക്തികളോടാണ് പക, നമുക്ക് വ്യക്തികളോടാണ് കോപം, നമുക്ക് വ്യക്തികളോടാണ് വൈരാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അത് നമ്മുടെ പരിചയക്കാരാകട്ടെ, സ്നേഹിതന്മാരാകട്ടെ, ഈവൻ നമ്മുടെ ശത്രുക്കളാകട്ടെ, പ്രൈസ് ദി ലോർഡ്, വ്യക്തികളോട് പക വെക്കുവാൻ, വ്യക്തികളോട് വിരോധം വെക്കുവാൻ, വ്യക്തികളോട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹൃദയത്തിൽ കയ്പ് വെക്കുവാൻ ഒരിക്കലും ഇടയായിട്ട് തീരരുതെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നാം മുഖാന്തരം ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തിന്, ശുശ്രൂഷ ജീവിതത്തിന്, ആരാധനാ ജീവിതത്തിന് പ്രൈസ് ദി ലോർഡ് ദോഷം വന്നാൽ അത് കൊലപാതകന്റെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുവാനിടയായിട്ട് തീരും. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തുന്നവരായിരിക്കണം. തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തുന്നവർ. പ്രൈസ് ദി ലോർഡ്. നാം കൂടി വരുമ്പോഴൊക്കെയും നാം ആരോട് സംസാരിക്കുന്നുവോ അവർക്ക് ആത്മീക വർധനവിനുള്ളത് നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ നാം ഉത്സാഹിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ കൊലപാതകന്മാരുടെ ലിസ്റ്റിലേക്ക് പോകരുത് എന്ന് ഇന്ന് രാത്രി ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും, അടുത്തത് ഫോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 5 കാര്യങ്ങൾ, 6 കാര്യങ്ങൾ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഈ 7 കാര്യങ്ങൾ നാം ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് ഫോഷ്ക് വെളിയിൽ വന്നാൽ, ഫോഷ്ക് പറയുവാനിടയായാൽ പ്രൈസ് ദി ലോർഡ് ആ തീപ്പൊയ്കയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ യോഹന്നാൻ പറഞ്ഞതല്ല, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യമാണ്. കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഒന്നും മാറ്റി പറയുവാനോ മാറ്റി ചിന്തിക്കുവാനോ നമുക്ക് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിലെ നിലനിൽപ്പിന് വേണ്ടി, ഈ ലോകത്തിലെ നന്മ ലഭിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തിലൊരു സ്ഥാനം കിട്ടേണ്ടതിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിലെ എന്തേലും നേടേണ്ടതിന് വേണ്ടി നാം അറിഞ്ഞോ അറിയാതെയോ പറയുന്നതായ ഫോഷ്ക് നിത്യതയിൽ നമ്മെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഈ വാക്യം, കർത്താവിന്റെ ഈ ശബ്ദത്തിന് മുമ്പിൽ നാം ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് വളരെ ഭയാനകമാണ് എന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെ ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലാണ് എന്ന് നാം മറന്നു പോകരുത്. അത് 2ാമത്തെ മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് പ്രത്യേകമായും നമ്മെ സംബന്ധിച്ചല്ലെങ്കിൽ പുതിയ നിയമ സഭയെ സംബന്ധിക്കുന്നതായ വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ ഭാഗ്യപദവിയുടെ ഒരു ചെറിയ വിവരണമാണ് യോഹന്നാന് കർത്താവ് കാണിച്ചു കൊടുക്കുവാനായിട്ട് കൃപ തോന്നിയത്. അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ തീപ്പൊയ്കയുടെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമുക്കുള്ളതായ പ്രത്യാശ എന്താണെന്ന്, നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ ആ ഭാഗ്യമേറിയ അവസ്ഥ എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 22-ാം അധ്യായത്തിന്റെ 5 വരെയുള്ളതായ വാക്യങ്ങൾ അതിനുള്ളതായ ബന്ധത്തിൽ എഴുതിയിരിക്കുകയാണ്. നമുക്ക് ഓരോ വാക്യമായിട്ട് ചിന്തിച്ചു പോകാം. 9-ാമത്തെ വാക്യം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കും. അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഭൂമിയിലേക്ക് കലശമെറിയുവാനായിട്ട് 7 ദൂതന്മാരെ ആക്കി വെച്ചിരുന്നതായ കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ
ഉണ്ട്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ ചിന്തിച്ച കാര്യമല്ല. പക്ഷേ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ. സ്തോത്രം. ആ ക്രോധ കലശങ്ങൾ എറിയുന്നതായ 7 ദൂതന്മാരിൽ ഒരു ദൂതൻ യോഹന്നാന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ന്യായവിധിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, സംഭവിച്ചു കഴിഞ്ഞല്ലോ, ഇനിയും ഉള്ളതായ ഒരു പ്രത്യേകമായ കാര്യം കാണിച്ചു തരാം, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ സ്വതവേ വലിയ അതിശയം തോന്നിക്കാണും. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ കുഞ്ഞാടിന്റെ മണവാട്ടി, അല്ലെങ്കിൽ എന്താണത് എന്നുള്ളതായ വലിയ ജിജ്ഞാസ യോഹന്നാന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. യോഹന്നാൻ അത് കാണുവാനായി വളരെ ആഗ്രഹത്തോടെ ദൂതനോടുകൂടെ പോകുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ദൂതനോടുകൂടെ പോകുന്നതായ യോഹന്നാനെ ഒന്ന് ശ്രദ്ധിച്ച് 10 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് ഓരോന്നോരോന്നായി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൂതൻ എന്ത് ചെയ്തെന്ന് നോക്കിയ, ദൂതൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. ആ വൻമല ഏതാണെന്നോ അത് എവിടെയാണെന്നോ എന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ട് യോഹന്നാൻ അത് അറിയാനായിട്ട് അറിയാൻ വ്യഗ്രത കാണിച്ചില്ല. ദൂതൻ അതുകൊണ്ട് പറയാനായിട്ട് പോയതുമില്ല. ആത്മവിവശതയിൽ ദൂതൻ യോഹന്നാനെ എടുത്തുകൊണ്ട് പോകുകയാണ്. വലിയ ഒരു മലയിലെ മണ്ടയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ട് യോഹന്നാനോട് ദൂതൻ പറയുകയാണ്, നോക്ക്, പ്രൈസ് ദി ലോർഡ്. നോക്കാൻ പറഞ്ഞപ്പോ യോഹന്നാന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയരുകയാണ്. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭൂമിയിൽ എന്തില്ല, ഇപ്പൊ യെരുശലേം ഉണ്ടെങ്കിലും പുതിയ ഭൂമിയിൽ യെരുശലേം എന്ന് പറയുന്നതായ ഒരു സ്ഥലം ആ പുതിയ ഭൂമിയിൽ ഉള്ളതായിട്ട് നാം വായിക്കുന്നില്ല. യോഹന്നാൻ പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ടെന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നേരത്തെ അക്ഷരീകമായിട്ടുണ്ടായിരുന്നതായ യെരുശലേം ഇപ്പോ അത് ആത്മീക അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പോ സ്വർഗത്തിൽ ഇപ്പൊ ഒരു നഗരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന്റെ പണി നാളുകൾക്ക് മുമ്പേ പൂർത്തീകരിച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്. ആ നഗരം അതുപോലെ മുകളിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നാണ് കടന്നു വരുന്നത്. ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ വെളിച്ചം, അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കണ്ണാടി പോലെ ക്ലിയർ ആയിരിക്കുന്നതായ ഒരു നഗരം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു നഗരത്തെ കുറിച്ച് നമ്മുടെ ഇമാജിനേഷനിൽ പോലും നമുക്കത് കാണുവാനായിട്ട് കഴിയത്തില്ല ഇപ്പോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു വിവരണം നമുക്ക് തന്നത് കൊണ്ട് ഒരു ചെറിയ ഐഡിയ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയുള്ളതായ രക്തം എവിടെ ഉണ്ടോ എന്നറിഞ്ഞാൽ നമുക്കറിയത്തില്ല അത് എവിടെ ഉണ്ടെന്നുള്ള കാര്യം. കണ്ണാടി പോലത്തെ രക്തം, പ്രൈസ് ദി ലോർഡ്, അത് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒരു കേട്ടുകേൾവി പോലും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിൽ നിന്ന് പ്രകാശം, വളരെ ശക്തിയോടെ പ്രകാശം കടന്നു വരികയാണ്. ഈ പ്രകാശം ഏതാണ്? ദൈവ തേജസ്സിന് തുല്യമുള്ളതാണ്. ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതായ ആ നഗരം ഉണ്ടാക്കിയിരിക്കുന്നത് സ്ഫടിക സ്വച്ഛതയുള്ളതായ, അല്ലെങ്കിൽ കണ്ണാടി പോലത്തെ ക്ലിയർ ആയിരിക്കുന്നതായ സൂര്യകാന്തം പോലെ ആയിരുന്നു എന്നാണ്
യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അതിന് പൊക്കമുള്ള വൻമതിലും ഈ നഗരം ഇങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് ആ രീതിയിലേക്ക് ഒന്ന് പോയാട്ടെ. ദൈവത്തിന് സ്തോത്രം. മുകളിൽ നിന്ന് ഒരു വലിയ നഗരം ഇങ്ങനെ സാവധാനത്തിൽ ഇറങ്ങി വരികയാണ്. അതിന് പൊക്കമുള്ളതായ വൻമതിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്ത്, ഇപ്പോഴങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ പണ്ട് കാലത്ത് എല്ലാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളും രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. ബാബേലായാലും പിന്നെ നിനവേ പട്ടണമായാലും അതുപോലെ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരികളെല്ലാം തന്നെ ചുറ്റോട് ചുറ്റും 4 വശത്തും മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. നമുക്കറിയാം എരിഹോ മതിലിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ടറിയാം. ആ എരിഹോ പട്ടണത്തിന് ചുറ്റും 4 ചുറ്റിനും ആ വലിയ മതിലുണ്ട്. ആ മതിലിന്റെ വീതി എന്ന് പറയുന്നത് രഥങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നതായ അത്ര വലിയ വീതിയുള്ളതായ മതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം ചൈനയുടെ വൻമതിൽ എന്ന് പറയുന്നത് ലോകത്തിലെ അതിശയങ്ങളിൽ ഒന്നായിട്ട് നിലനിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബെർലിൻ മതിൽ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇന്നും വലിയ വലിയ പട്ടണങ്ങൾക്ക് ചുറ്റും എന്തുണ്ട്? മതിലുണ്ട്. ആ മതിലുകളാൽ സംരക്ഷിതമാണ്. യെരുശലേമിനും ഒന്നുണ്ടായിരുന്നു, ഭൂമിയിലുണ്ടായിരുന്നതായ യെരുശലേം നഗരത്തിനും അങ്ങനെയുള്ളതായ വൻമതിലുണ്ടായിരുന്നു. ആ മതിലാണ് നെബൂഖദ്നേസർ വന്ന് ഇടിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിപ്പാൻ കഴിയുന്നത്. ആ മതില് എന്ത് സംഭവിച്ചു? നെഹമ്യാവിന്റെ സമയത്ത് നെഹമ്യാവ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതായ ആൾക്കാരെ കൊണ്ട് യെരുശലേമിന്റെ മതില് പണിയുന്നതായ കാഴ്ച നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മതിലിന്റെ യെരുശലേമിന്റെ മതിലിന്റെ ഓരോ കിഴക്ക് വശത്ത് 3 വാതിലുകളുണ്ട്, പടിഞ്ഞാറ് വശത്ത് 3 വാതിലുകളുണ്ട്, തെക്ക് വശത്തും പ്രൈസ് ദി ലോർഡ് അങ്ങനെ 4 ദിക്കുകളിലും 4 വശങ്ങളിലും 3 വാതിലുകൾ വെച്ച് 12 വാതിലുകൾ യെരുശലേം നഗരത്തിനുണ്ട്. അതിന്റെ മതിലെന്ന് പറയുന്നത് വളരെ പൊക്കമുള്ളതായ മതിലാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന് കണ്ടപ്പത്തിന്റെ മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, ഇത് പണിയപ്പെടുന്നതായ വലിയ ഒരു നഗരമാണ്. ആ നഗരത്തിന് ചുറ്റിനും വൻ മതില് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അതിന് 12 ഗോപുരമുണ്ട്. അവിടെ നമ്മൾ താഴെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ഹാഡ് എ വാൾ ഗ്രേറ്റ് ആൻഡ് ഹൈ ആൻഡ് ഹാഡ് 12 ഗേറ്റ്സ് എന്നാണ് വായിക്കുന്നത്. ഗോപുരം എന്ന് പറയുമ്പോ ഗേറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ 12 ഗേറ്റുകൾ, 12 വാതിലുകൾ ഉള്ളതായ നഗരം. ഈ നഗരത്തിന്റെ വാതിലിനോട് ചേർന്ന് കാവൽക്കാർക്ക് ഇരിക്കുവാനുള്ളതായ ഗോപുരം പണിതിട്ടുണ്ട്. യോഹന്നാൻ ഈ വാതിലും ഈ ഗോപുരവുമാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ വാതിലിന്റെ പ്രത്യേകത, ഈ ഗോപുരങ്ങളിൽ 12 ദൂതന്മാർ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗോപുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാവൽക്കാരെ ആക്കി വെക്കുന്നതായ ഇടമാണ് ഈ ഗോപുരം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാവൽക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂരെ ഉള്ളതായ കാഴ്ചകൾ കണ്ടിട്ട് ശത്രുക്കളുടെ വരവോ മിത്രത്തിന്റെ വരവോ അല്ലെങ്കിൽ പട്ടണത്തിന് നേരെ ഉണ്ടാകുന്നതായ ശത്രുവിന്റെ ആക്രമണങ്ങളോ ഒക്കെ കണ്ട് നഗരാധിപന് ഇൻഫർമേഷൻ കൊടുക്കുവാനായിട്ടാണ് ഈ ഗോപുരം പണിത് വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഗോപുരത്തിൽ അവിടെ യോഹന്നാൻ കാണുന്നത് ഈ 12 ഗോപുരങ്ങളിൽ ആരുണ്ട്? 12 ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഗോപുരത്തിനും ഓരോ പേരുണ്ട്. ആ പേരെന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പേരും ഈ നഗരത്തിലെ 12 ഗേറ്റിലും എഴുതി വെച്ചിട്ടുണ്ട്. രൂബേൻ, ശിമയോൻ, ലേവി, ഇസാക്കാർ എന്ന് തുടങ്ങി
ബെന്യാമീൻ വരെയുള്ളതായ 12 പേരുടെ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ ഇതിന് ചുറ്റിനും എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഗോപുരത്തിൽ ഇരിക്കുന്നതായ ആ ഗോപുരം കാത്തുകൊണ്ടിരിക്കുന്നതായ ദൂതന്മാർ ഉള്ളപ്പോൾ തന്നെ ആ ഗോപുരത്തിന്റെ പേരുകൾ 12 ഗോത്രങ്ങളുണ്ട്. അപ്പോ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം, ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നതിനകത്ത് ആരും കൂടെ ഉണ്ട്? പഴയ നിയമസഭയായ ഇസ്രയേലും കൂടി ഉണ്ട് എന്ന് നാം അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കുത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനമുണ്ട്. അവിടെയാണ് പ്രത്യേകത. ഈ നഗരത്തിന് 12 അടിസ്ഥാനമുണ്ട്. ഏതൊരു ബിൽഡിങ്ങും ശക്തിയോടെ പണിയണമെങ്കിൽ, ശക്തിയോടെ നിൽക്കണമെങ്കിൽ അതിന് അതിശക്തമായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അടിസ്ഥാനങ്ങളില്ലാത്തതായ നഗരം ഒരിക്കലും നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അബ്രഹാമിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്ത് ആ കൂടാരങ്ങളിൽ മാറ്റി മാറ്റി അടിച്ചുകൊണ്ടിരിക്കുമ്പോ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അബ്രഹാം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നത്? അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിയും. അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരത്തെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് യോഹന്നാന് ലഭിച്ചത് AD 95 ഈ അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തെ കുറിച്ചുള്ള പ്രത്യാശയും ആ വലിയ കാഴ്ചപ്പാടും പ്രൈസ് ദി ലോർഡ് ഇന്നേക്ക് ഏതാണ്ട് 4000 വർഷത്തിന് മുമ്പ് അബ്രഹാമിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അങ്ങനെയെങ്കിൽ ഈ നഗരമുണ്ടല്ലോ, ഈ നഗരം ഇന്നും ഇന്നലെയും പണിയുന്ന നഗരമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ നഗരം കർത്താവിന്റെ മരണത്തിന് ശേഷം പണിയുന്നതായ നഗരമല്ല. ഈ നഗരം പ്രൈസ് ദി ലോർഡ് കർത്താവ് വന്നപ്പോൾ പണി ആരംഭിച്ച നഗരമല്ല. പിന്നെയോ ഈ നഗരം പണ്ട് പുരാതനമേ ഉണ്ടായിരുന്നതായ നഗരമാണ്. ഈ നഗരത്തെ കുറിച്ചുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാടും ദർശനവും അബ്രഹാമിനുണ്ടായിരുന്നത് കൊണ്ടാണ് അബ്രഹാം താഴെയുള്ളതെല്ലാം വിട്ടിട്ട് അവൻ കൂടാരങ്ങളിൽ പാർത്ത അബ്രഹാമിന് തന്റെ മക്കളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരത്തിനായി കാത്തിരുന്നു എന്ന് എബ്രായ ലേഖന കർത്താവ് എഴുതാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ് അബ്രഹാം ഒരു പക്ഷേ ജനിക്കുന്നതിന് മുമ്പേ ഈ നഗരത്തിന് അടിസ്ഥാനമിട്ടു. ഈ നഗരത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ നഗരത്തിന്റെ അടിസ്ഥാനം കാണുന്നത് വളരെ അതിശയകരമായി തോന്നും. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിപ്പാൻ കഴിയാത്തൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം. അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അപ്പോസ്തലന്മാരുടെ പേര് എന്ന് എഴുതിയതാണെന്ന് നോക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മെ എന്നാ വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചത് എന്നാ വിളിച്ചത്? ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ കണ്ടു എന്നെഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗലീലാക്കടലിന്റെ കരയിൽ പടക് ശൂന്യമായ പടകിന്റെ അടുക്കൽ ഇരുന്ന് പ്രൈസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആണ് പത്രോസിനെ കണ്ടതെന്നാണ് നമ്മുടെ ധാരണ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അല്ലെങ്കിൽ അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്നപ്പോഴാണ് കർത്താവ് കണ്ടത് എന്നാണ് നമ്മുടെ ധാരണ.
പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അബ്രഹാം പ്രത്യാശയോടെ കണ്ടതായ തന്റെ വിശ്വാസ കണ്ണുകളിൽ താൻ കണ്ടതായ ആ പുതിയ അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തിന്റെ ഒരു കല്ലിനിട്ടിരുന്ന പേര് ശിമോൻ പത്രോസ് എന്നാണ്. പത്രോസ് ജനിക്കുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ് പത്രോസാണ് ഈ നഗരത്തിന്റെ ഹല്ലേലൂയ ഒരു ഗോപുരത്തിന്റെ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു മതിലിന്റെ അടിസ്ഥാനമെന്ന് സ്വർഗം നിശ്ചയിച്ചു. ഇനി അത് തെറ്റിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് പത്രോസ് ഹല്ലേലൂയ 5 പ്രാവശ്യം പിന്മാറിപ്പോയിട്ടും കർത്താവ് അവനെ വിടാതെ അവന്റെ പിന്നാലെ പോകുവാൻ കാരണം. പത്രോസ് കർത്താവിനെ കണ്ടത് എപ്പോഴാണെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് പത്രോസ് കർത്താവിനെ ആദ്യമായി കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്റെ സഹോദരനായ അന്ത്രയോസാണ് പത്രോസിനെ കർത്താവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒരേ കണ്ടോണ്ടേ പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശിമോനാണ്, ഇനിയും നിന്റെ പേര് എന്തായി മാറും? കേഫ എന്നായി മാറും എന്ന് കർത്താവ് പറയുവാനായിട്ടിടയായി. ആ പറച്ചില് കേട്ട് പത്രോസിന്റെ പാട്ടിന് പോയി. കാരണം പത്രോസിന് കുടുംബമുണ്ട്, പത്രോസിന് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പത്രോസിനെ തേടി യഹൂദിയിൽ നിന്ന് ആ യോർദാന്റെ കരയിൽ നിന്ന് പത്രോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുവാനിടയായി. പത്രോസ് കൂടി വരുന്നതായ ആലയത്തിലേക്ക് അവൻ ചെന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പാർക്കുന്നതായ ഭവനത്തിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് നിരാശനായി പടകിന്റെ അടുക്കൽ ശൂന്യമായ കരങ്ങളോടെ നിന്നപ്പോഴും പത്രോസിന്റെ അടുക്കലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഹല്ലേലൂയ ഗലീലയിൽ നിങ്ങൾ പോയി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ കർത്താവ് വരുവാൻ താമസിക്കുന്നത് കണ്ട് പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോ ആ പത്രോസിനെ തേടി കർത്താവ് ചെന്നു. എന്താണെന്നറിയാമോ? പത്രോസ് ഈ പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാന കല്ലുകളിൽ ഒരുവനാണ്. പത്രോസിനെ വിടുവാൻ കർത്താവിന് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ ഇറങ്ങി വരുന്നതായ പുതിയ യെരൂശലേമിൽ ഞാനും നിങ്ങളും ഓരോ സ്ഥാനത്തിരിക്കണമെന്ന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ കർത്താവ് കണ്ടെഴുതിയിട്ടുണ്ട് എങ്കിൽ ഹല്ലേലൂയ, ആ സ്നേഹമാണ്, ആ കരുതലാണ് നമ്മെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ കൂട്ടിവരുത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊന്നും ഒരു യാദൃശ്ചികമല്ല. ഇതൊന്നും ഹല്ലേലൂയ സംഭവിച്ചത് കൊണ്ട് സംഭവിച്ചതല്ല. ഇതൊക്കെ മുൻനിർണയ പ്രകാരം സംഭവിച്ച കാര്യമാണ്. ഈ പുതിയ യെരൂശലേമിൽ നമുക്കുള്ളതായ അവകാശം നേരത്തെ തന്നെ കുറിച്ചു വെച്ചിരിക്കുകയാണ്. ആ അവകാശത്തിലേക്ക് നാം എത്തിച്ചേരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവ് നമ്മെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നാം കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ഒരുക്കപ്പെട്ടില്ല എങ്കിൽ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം കൂടെ നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഒടുവിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പത്രോസിനെ കൊണ്ട് കർത്താവ് പറയിച്ചു, ഹല്ലേലൂയ, ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതായ സ്ഥാനത്ത് കർത്താവേ നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ് തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ മുമ്പാകെ അവൻ സമർപ്പിക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സമർപ്പണമാണ് മർക്കോസ് മാളിക മുറിയിലേക്ക് പത്രോസിനെ കൊണ്ടുപോയതും പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ നൽകിയതും പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ പത്രോസിനെ ഒരുക്കിയതുമായ ശക്തി. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുന്നതായ അവസരങ്ങൾ വിലപ്പെട്ടതാണ്. കർത്താവ് നമുക്കൊരു വേണ്ടി ഒരുക്കുന്നതായ കാര്യങ്ങൾ അതിമഹത്തരമാണ്. അത് നഷ്ടപ്പെടുത്തി കളയുവാനിടയാകാതെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ആ നഗരമാണ് ഇറങ്ങി വരുന്നത്. ആര് കാണുന്നത്? യോഹന്നാൻ കാണുന്നത്. ഇതാണ് എന്ത്? പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ മണവാട്ടി, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ ഹല്ലേലൂയ പുതിയ നിയമ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനൊരു പ്രത്യേകത കൂടെ വാക്യം കൂടെ വായിച്ച് ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കാം. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. പട്ടണം എങ്ങനെയും പണിയാമെന്നുള്ളതല്ല, ഏതെങ്കിലും അളവിൽ പണിയണമെന്നുള്ളതല്ല. ദൈവത്തിന്റെ പണിക്ക് പ്രത്യേകമായ അളവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ കല്ലിനും അളവുള്ളതുപോലെ, ഓരോ ഉപകരണത്തിനും അളവുള്ളതുപോലെ, ഭിത്തിക്ക് കൃത്യമായ നീളവും വീതിയും ഉയരവും ഉള്ളതുപോലെ, പ്രൈസ് ദി ലോർഡ്, പട്ടണത്തിലെ ഹല്ലേലൂയ അലങ്കാര വസ്തുക്കളായ, അല്ലെങ്കിൽ പുതിയ നിയമ സഭയെന്ന ഈ പുതിയ യെരൂശലേമിനെ പണിയേണ്ടവരായ നാമും ദൈവത്തിന്റെ അളവുകോലിനുള്ളിലായിരിക്കണം. ഞാൻ ഇങ്ങനെ എനിക്കാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ അളവുകോൽ വെക്കരുതെന്ന് ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാനേ പറ്റത്തുള്ളൂ, എനിക്കിനി മാറാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നാം ഒഴിയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. ദൈവം ഒരു അളവുകോൽ വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ അളവുകോലിൽ നാം അളക്കപ്പെടേണ്ടവരാണ്. ഈ അളവുകോല് പൂർത്തീകരിച്ചില്ലെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്നതായ അളവ് അത് ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആ സ്ഥലത്ത് ഹല്ലേലൂയ അനുയോജ്യമായിരിക്കുകയില്ല. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കല്ല് വെക്കേണ്ടതായ സ്ഥാനത്ത് 10 സെന്റിമീറ്ററേ ഉള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും? ആ കല്ല് അവിടെ വെക്കാൻ പറ്റത്തില്ല. ആ കല്ല് മാറ്റിയിട്ട് വേറൊരു കല്ലെടുത്ത് വെക്കുക, 12 സെന്റിമീറ്റർ തന്നെ ഉള്ളതായ ഒരു കല്ല് അവിടെ എടുത്ത് വെക്കണം, എങ്കിലേ പണി നന്നാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ സഭയിൽ അംഗങ്ങളായിരിക്കുന്നതായ നാം ദൈവവചനം എന്നതായ അളവുകോലിനുള്ളിലായിരിക്കണം. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ പോകുവാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ വികൃതിത്തരങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭ അതിനെ കൂട്ടുനിന്ന് കുടപിടിക്കുമ്പോ മനസ്സിലാക്കിക്കോണം, അളവുകോലിന് പുറത്തു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇതിനകത്ത് യോജിച്ചു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അടുത്ത സമയം നിങ്ങൾ കേട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. PC നാക്കിന്റെ യോഗം നടക്കുമ്പോ ഒടുവിലത്തെ ദിവസം രാത്രിയിൽ, പ്രൈസ് ദി ലോർഡ്, ആകരുതാത്തതായ വിഷയങ്ങൾ അവിടെ അരങ്ങേറുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ നിന്നു തന്നെയുള്ളതായ ആളുകൾ അവിടെ ചെന്ന് അതിനകത്ത് പങ്കുചേർന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തീർത്തും അതിശയം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ ഏത് രീതിയിലാണ് വചനം വായിക്കുന്നത്, ഏത് രീതിയിലാണ് ദൈവസഭയെ നയിക്കുന്നത്, ദൈവസഭയിലുള്ള ഉപദേശം എങ്ങനെ അവർ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തെറ്റിയാൽ അനേകർ തെറ്റിപ്പോകുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ വളരെ ഭയപ്പെട്ടാണ് ഇത് പറയുന്നത്. ദൈവവചനത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ എനിക്ക് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ സമയമെടുത്ത് വളരെ ചെലവ് ചെയ്താണ് വേദപുസ്തകം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, എത്രയോ നാളുകളായി മാസം തോറും നല്ലൊരു എമൗണ്ട്
ഫീസായി ഇന്നും ഫീസായി നൽകിക്കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പഠിച്ചാലും തീരാത്ത രീതിയിൽ അഗാധമായ ആഴമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ആരും സൗജന്യമായി പഠിപ്പിച്ചു തരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ചെലവ് ചെയ്ത് പഠിക്കുന്നതാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് കിട്ടുന്നത് വിലപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. അത് എപ്പോഴും കിട്ടിയെന്ന് വരികയില്ല. കിട്ടാനുള്ളതായ സാഹചര്യം കിട്ടുമ്പോ അതിനു വേണ്ടി നാം പരിശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാനിടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. യാതൊരു കാരണവശാലും വചനത്തിൽ നിന്ന് നാം തെറ്റിപ്പോകരുത് എന്നുള്ളതായ ആ വലിയ ആഗ്രഹമാണ് എൻ്റെ ഹൃദയത്തിനകത്തുള്ളത്. ചുരുക്കം പേരെ ഉള്ളുവെങ്കിലും മതി. കർത്താവിനോടും കൂടെ 12 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തന്നെ കർത്താവ് പറഞ്ഞത് അത് തന്നെ ധാരാളമെന്നാണ്. അതെ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്നതായ ആ ഭാഗ്യ അവസരങ്ങൾ വിനിയോഗിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ പുതിയ യെരൂശലേമിന്റെ ഭാഗ്യകരമായ വർണ്ണന അടുത്ത ആഴ്ചയും കൂടെ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വിഷയത്തിലേക്ക് കിടക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.